നമസ്കാരം. പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഹിജാബ് വിവാദം കെട്ടടങ്ങി എന്ന് വിചാരിക്കുമ്പോഴായിരുന്നു വീണ്ടും ഈ വിവാദം കുത്തിപ്പൊക്കിക്കൊണ്ട് ചില തൽപരകക്ഷികൾ രംഗത്തെത്തിയിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്ന യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ മാത്രമേ അനുവദിക്കുകയുള്ളൂ, അതിന് പുറമെയുള്ള ആടയാഭരണങ്ങളൊന്നും തന്നെ സ്കൂളിൽ അനുവദിക്കില്ല എന്നുള്ള സ്കൂൾ മാനുവൽ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൽ ഒരു കുട്ടി ഹിജാബ് ധരിച്ചെത്തിയത് എന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ അതിൽ നിന്ന് വിലക്കുകയും സ്കൂളിൻ്റെ പൊതുപെരുമാറ്റച്ചട്ടങ്ങളും യൂണിഫോം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ സ്കൂൾ കൈക്കൊണ്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ സ്കൂളിൽ വിദ്യാഭ്യാസം തുടരാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി കുട്ടിയെ അറിയിക്കുന്നു. പിന്നീട് ഇത് പുകിലാകുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ സ്കൂളിലെത്തുന്നു. കുട്ടി മതപരമായ വസ്ത്രമാണ് ഹിജാബ്, അത് ധരിക്കുന്നതിന് അനുവാദം വേണം എന്ന് പറയുന്നു. സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്ന യൂണിഫോമിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള വേഷവിധാനങ്ങളും സമ്മതിക്കില്ല എന്ന് സ്കൂൾ അധികൃതരും വ്യക്തമാക്കിയതോടുകൂടി ഈ സംഭവം പൊതുസമൂഹത്തിലേക്ക് ചർച്ചയായി മാറുകയായിരുന്നു. മതവിദ്വേഷം ആളിക്കത്തിക്കുന്ന തരത്തിൽ ഈ ഹിജാബ് വിവാദം മാറിയതോടുകൂടി മുൻപ് മംഗലാപുരത്തും കാസർഗോഡും ഉണ്ടായ അതേ രീതിയിൽ തന്നെ പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂൾ കളമൊരുങ്ങുകയായിരുന്നു. എന്നാൽ ഇതൊരു കാരണവശാലും അംഗീകരിക്കില്ല, അനുവദിക്കാൻ പറ്റില്ല എന്ന് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സ്കൂൾ അധികൃതർ ചെല്ലുന്നു. സ്കൂൾ മാനുവലിൽ പറയുന്ന തരത്തിലുള്ള യൂണിഫോം അല്ലാതെ മറ്റു വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് അനുവദനീയമല്ല എന്ന സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ വാദത്തെ ന്യായീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഈ ഉത്തരവിൻ പ്രകാരം ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിക്ക് മേലിൽ സ്കൂളിലെ നിയമപ്രകാരമുള്ള യൂണിഫോം മുതലായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട്, ആ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ വിദ്യാഭ്യാസം തുടരാനാവൂ എന്നുള്ള നില വന്നതോടുകൂടി കുട്ടിയുടെ TC വാങ്ങിക്കൊണ്ട് കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് ചേർക്കാനാണ് തങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷകർത്താക്കളും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്കൂൾ അധികൃതർ കൃത്യമായി ആ രക്ഷകർത്താക്കളോടൊരു കാര്യം തീർത്തു പറഞ്ഞു. കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റുവാൻ ആരും പറഞ്ഞിട്ടില്ല. സ്കൂളിലെ പ്രഖ്യാപിതമായ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി കുട്ടി പഠിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് സ്കൂളിലെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് കുട്ടിയെ സ്കൂളിൽ തന്നെ തുടരുവാൻ ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ല, കുട്ടിയെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ടും മതപരമായ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹിജാബ് ധരിക്കാൻ ഇവിടെ അതിന് സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയെ മാറ്റുകയാണ് എന്നാണ് രക്ഷകർത്താക്കൾ പറഞ്ഞത്. എന്നാൽ അതോടുകൂടി ഈ പ്രശ്നം തീർന്നു എന്ന് കരുതുമ്പോഴായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അനവസരത്തിൽ കയറി ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. മുസ്ലിം വിഭാഗത്തിലെ ചില സംഘടനകൾ ഇത് ഏറ്റുപിടിക്കുകയും തീയാളി കത്തുന്ന തരത്തിൽ, വംശീയ വിദ്വേഷം പരത്തുന്ന തരത്തിലൊക്കെ ഈ വിഷയം മാറുകയും ചെയ്തു. പിന്നീട് മതപരമായ വിഷയങ്ങളിൽ മിതത്വം പാലിക്കുന്ന, അല്ലെങ്കിൽ വളരെ കരുതലോടുകൂടി സംസാരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടിക്ക് വരെ ഈ വിഷയത്തിൽ പൊതു സമൂഹത്തിൽ വന്നു നിന്നുകൊണ്ട് ഒരു വിശദീകരണം നൽകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നത് നാം കണ്ടു. എന്നാൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇപ്പോഴും കേരളത്തിൽ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള പല ആളുകളും ഈ ഹിജാബ് വിവാദം ഏറ്റുപിടിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിടുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൽ നിന്നും ഹിജാബിൻ്റെ പേരിൽ TC വാങ്ങി പോകാൻ ഒരുങ്ങിയ കുട്ടിയുടെ രക്ഷകർത്താവിനെ നിർബന്ധിച്ച് ആ കുട്ടിയെ സെന്റ് റീത്താസ് സ്കൂളിൽ തന്നെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും കുട്ടിയുടെ രക്ഷകർത്താക്കൾക്ക് കിട്ടിയത് എന്നറിയുമ്പോൾ ഹിജാബ് വിവാദം വീണ്ടും പോയുന്നു. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടി വീണ്ടും ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തുകയാണെങ്കിൽ പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൻ്റെ യൂണിഫോം നിയമങ്ങൾക്ക് അനുസൃതമല്ലാതെ കുട്ടി ഹിജാബ് ധരിച്ചെത്തിയാൽ അവിടെ പ്രവേശിപ്പിക്കില്ല എന്ന് സ്കൂൾ അധികൃതർ പറയുമ്പോൾ ചില ആളുകളുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതപരമോ ആയ വിശ്വാസങ്ങളും ആദർശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി കുട്ടികളെ ബലിയാടാക്കുന്ന കാഴ്ചയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. കുട്ടിക്ക് ഹിജാബ് ധരിക്കണം എന്നുണ്ടെങ്കിൽ ഹിജാബ് അനുവദിക്കുന്ന സ്കൂളിലാണ് ഈ കുട്ടിയെ പ്രവേശിപ്പിക്കേണ്ടത് എന്നാണ് പൊതുസമൂഹവും പറയുന്നത്. ഫലത്തിൽ ഈ സ്കൂളിലുള്ള മറ്റു കുട്ടികൾക്കിടയിൽ ഒരു ഭീതി പരത്തി ആ കുട്ടികൾ കൂടി സ്കൂളിൽ നിന്ന് TC വാങ്ങി പുറത്തേക്ക് പോകണം. ഈ കുട്ടിയെ, അതായത് ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ ഇവിടെ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. അതായത് സ്കൂളിൽ അസമാധാനം സൃഷ്ടിച്ച് സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് ആ സ്കൂളിനെ തകർക്കുക എന്നുള്ള അജണ്ട തന്നെയാണ് ഇപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾക്കുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മതവും വിശ്വാസവും രണ്ടാണ്, അല്ലെങ്കിൽ മതവും വിദ്യാഭ്യാസവും വിശ്വാസവും രണ്ടാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയുമ്പോൾ ഒരു ഹിജാബ് വിഷയത്തിൽ മറ്റു കുട്ടികളുടെ കൂടി വിദ്യാഭ്യാസം മുടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയാൻ പാടില്ല. ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിക്ക് ആ സ്കൂളിലെ സ്കൂൾ മാനുവൽ ചട്ടങ്ങൾ അനുസരിച്ച്, അതായത് സ്കൂളിലെ യൂണിഫോം
ചട്ടങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ തുടർന്ന് പഠിപ്പിക്കാൻ തയ്യാറല്ല സ്കൂൾ അധികൃതർ എന്ന് പറയുമ്പോൾ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് കുട്ടിയെ വീണ്ടും അവിടെ ചേർക്കുന്നതിന് ഉദ്ദേശം മറ്റുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടി മുടക്കുക, അങ്ങനെ അവിടെ നിന്ന് മറ്റുള്ള കുട്ടികൾ കൂടി ടി സി മേടിച്ച് പുറത്തേക്ക് പോകണം, അങ്ങനെ ആ സ്കൂൾ തകരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ പല ആളുകളും, പ്രത്യേകിച്ച് നിരോധിത സംഘടനയായ PFIയുടെ സ്ലീപ്പിംഗ് സെല്ലുകളിലുള്ള ആളുകൾ പുറത്തേക്ക് വരുന്നത് എന്നാണ് പല ഭാഗത്തു നിന്നും ചൂണ്ടിക്കാണിക്കുന്നത്. രഹസ്യാന്വേഷണ വിഭാഗം ഇത് തന്നെയാണ് എടുത്തു പറയുന്നത്. എന്തായാലും കുട്ടികളെ വച്ചിട്ട് ഇത്തരത്തിൽ വിലപേശി നടത്തി കുട്ടികളുടെ വിദ്യാഭ്യാസം ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും ആരും നശിപ്പിക്കരുത്. ഒരു കുട്ടിയുടെയും മാനസികമായ ആരോഗ്യത്തെയും തളർത്തരുത്. ഒരു കുട്ടിയുടെയും വ്യക്തിപരമായ അഭിമാനബോധത്തെയും മാനാഭിമാനങ്ങളെയും ആരും മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ നിർത്തി ഹനിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഇക്കാര്യത്തിൽ പ്രത്യാശിക്കാം. കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കാം.